ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്ന് അലക്കിയ തുണി ഉണങ്ങാൻ വേണ്ടി ഇവിടെ ഡ്രയർ ഉണ്ട്, ലോണ്ടറി സർവീസ്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് തുണി ഉണക്കുന്നത്, അതായത് എല്ലാവരും അല്ല, ചിലർ, അത് എന്നെ പോലുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ ന്യൂസിലാൻഡിൽ ഇപ്പം മഴ പ്ലസ് വിൻ്റർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് തുണികൾ, നോർമലി ചിലപ്പോഴൊക്കെ ഞങ്ങൾ തുണി നേരെ പുറത്തിട്ട് ഉണങ്ങാറുണ്ട്. ഇതേപോലെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങൽ ഭയങ്കര കഷ്ടമായതുകൊണ്ട് നമ്മളിപ്പം നോർമലി എല്ലാം കൂടെ ബൾക്കായിട്ട് ആഴ്ചയിൽ ഒരിക്കലും എല്ലാ തുണിയും കൂടെ അലക്കിയിട്ടിട്ട് ഇവിടെ വന്ന് ഈ ഇതിൻ്റെ ലോണ്ട്രോമാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങൾ ഉണങ്ങുന്നത്. ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ കോയിൻ കിട്ടും. ആ കോയിനും കൊണ്ട് ഇവിടെ വന്ന് ഇതിൻ്റെ അകത്ത് നമ്മുടെ തുണി കൊണ്ടിടും. അപ്പം ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രയറിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീനും ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഡ്രയറും ഉണ്ട്. അപ്പം ഡ്രയറിങ് നമുക്ക് ഡ്രൈയിങ്ങും ചെയ്യാം, വാഷിങ്ങും ചെയ്യാം. നോർമലി ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ വാഷിംഗ് മെഷീൻ പ്ലസ് ഡ്രയർ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരുപാട് തുണികൾ ഒറ്റ എമൗണ്ട് ആയതുകൊണ്ട് അത് കുറേ നേരം റൺ ചെയ്യിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് വേണം. ഇതൊരു വലിയൊരു മെഷീനാണ്. ഈ കിടക്കുന്ന എൻ്റെ തുണിയാണ്, ഈ വലുത്. സോ അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൈസുകൾ ഇതൊക്കെയാണ് ഈ കിടക്കുന്നത്. വാഷിംഗ് മെഷീൻ്റെ എത്രയാണ് പ്രൈസ്, വാഷിങ് ഡ്രൈയിങ്ങിനൊക്കെ അത് ഓരോരോ ടോക്കണാണ്, ഓരോ കോയിൻ ഇട്ട് തരും. അപ്പോൾ ആ കോയിൻ നമ്മളിടുക. ഒരു കോയിൻ 5 മിനിറ്റാണ്. ഇതാണ് ഇവിടെ കിട്ടുന്ന കോയിൻ. ഈ കോയിൻ ഇട്ടിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇത് കോയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റുന്ന കോയിനല്ല. ഇത് ഈ മെഷീൻ്റെ അകത്ത് ഇടാൻ വേണ്ടി മാത്രമുള്ളൊരു കോയിനാണ്. ഇതുപോലെ ഇവിടെ പലയിടത്തും ഇതേപോലെ വാഷിംഗ് സൗകര്യമുള്ള ലോണ്ടറികളുണ്ട്. അപ്പോൾ ലോണ്ടറികൾക്ക് അടുത്തുള്ള ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അപ്പം അവിടെയാണ് നമുക്ക് അവിടെ ഇത് ഉപയോഗിക്കാനുള്ള കോയിൻ കിട്ടുക. സോ ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മളിവിടെ ഇട്ടേക്കുന്നത് 20 മിനിറ്റത്തേക്ക് വേണ്ടിയാണ്. 25 മിനിറ്റത്തേക്കാണ് ഇട്ടേക്കുന്നത്. ഇനി ഒരു 19 മിനിറ്റും കൂടെ ഉണ്ട്. നമ്മുടെ തുണിയാണ് കിടന്നേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളിവിടെ അത്യാവശ്യം എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് തുണി കൊണ്ടാറുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ 2 അകത്ത് തുണി ഇപ്പോഴും കിടക്കും, അവർ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ നമുക്കറിയാം എത്ര സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ സമയം നോക്കി നമ്മൾ അലാം വെച്ച് തിരിച്ച് വന്ന് തുണി എടുത്തിട്ട് വേണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ആമ്പിള്ളേർ ചിലപ്പം തുണി എടുത്തുകൊണ്ട് പോകും. ഇവിടെ ആൾക്കാർ അടിച്ചു മാറ്റുന്ന ചെറിയൊരു സ്വഭാവം എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയും ഉണ്ട്. അതായത് നല്ല നല്ല വസ്തുക്കൾ കണ്ടാൽ ചുറ്റും ആളില്ലാന്നും അത് കുഴപ്പമില്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നൈസിലി എടുത്തിട്ട് പോകും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവൻ നല്ല അണ്ടർവെയർ അടക്കം ചിലപ്പോൾ കട്ടുകൊണ്ട് പോയെന്ന് വരും. ഇതാണ് ഈ ലോണ്ടറി മാർട്ടിൻ്റെ കഥ. ഞാൻ നിൽക്കുന്ന ഈ ടൗണിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഒരു 5-6 ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. സോ ഇത് അടുത്ത പരിപാടി വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ ജസ്റ്റ് പട്ടായിരിക്കും.